പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലം തകർന്നു. ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നിയേക്കാം. ഇതൊരു പഞ്ചവടി പാലമാകുമോ? ഇതാണ് പാപ്പിനിശ്ശേരി മേൽപ്പാലം. യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വേണ്ടി ജനങ്ങൾ 25 വർഷത്തിലേറെ പൊരുതി മത്സരിച്ചിട്ടാണ് ഇങ്ങനെയൊരു പാലം അനുവദിച്ച് കിട്ടിയത്. ഈ പാലം അനുവദിച്ച് കിട്ടിയ കാലം മുതൽ, ഉദ്ഘാടനം ചെയ്ത സമയം മുതൽ ഈ പാലത്തിന് ഗതികേടാണ്. ഏതാണ്ട് ഒരു കൊല്ലം മാത്രമേ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പാലം ജീവനോടെ നിന്നിട്ടുള്ളൂ. അതിനുശേഷം പാലത്തിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ നശിക്കാൻ തുടങ്ങി. നശിച്ച് 3 പ്രാവശ്യം ഇത് ഓരോ മാസത്തേക്ക് അടച്ചു പൂട്ടിയിട്ട് പാലം റിപ്പയർ ചെയ്തു. എന്നിട്ടും എവിടെയും എത്തിയില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു മാസം അടച്ചു പൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രവൃത്തി നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ താവം പാലം അടച്ച് പണിയെങ്കിലും താവം പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയും. ഈ പാലത്തിൽ ഗുരുതരമായ വീഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഴ്ചകൾ മുഴുവൻ പരിഹരിക്കുമ്പോഴേക്കും ഒരു പാലം പണിയേണ്ട പണി വീണ്ടും ഈ പാലത്തിന് വന്നുകഴിഞ്ഞു. ഇതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തന്നെ സാധിക്കണം എന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അല്ലാതെ കണ്ട് ഇതിനകത്ത് രാഷ്ട്രീയവും മറ്റും കൂട്ടിക്കലർത്തിയിട്ട് ഇതിനെ ഒരു രാഷ്ട്രീയ പാലമാക്കി മാറ്റരുതെന്നേ നമുക്ക് താല്പര്യമുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്താലും അതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ചെയ്യുന്ന ഈ പാലം ജനങ്ങൾക്ക് പൂർണ്ണമായും ഉപകാരപ്രദമാകണമെന്ന് മാത്രമേ എന്നെപ്പോലെയുള്ളവർക്കും ഈ സമീപത്തുള്ളവർക്കും ജനങ്ങൾക്കും താല്പര്യം. ഇതൊരു രാഷ്ട്രീയ നേട്ടമായിട്ടോ രാഷ്ട്രീയ കോട്ടമായിട്ടോ കാണരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാലം തകർന്നു എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു എന്ന അർത്ഥമില്ല. കാണാം നമുക്ക് ആ പാലം. കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? അത് പാലത്തിലെ മേൽഭാഗം അടർത്തി നീക്കുന്ന യന്ത്രത്തിൻ്റെ ശബ്ദമാണ്. ഇങ്ങ് കണ്ണൂരിൽ പാപ്പിനിശ്ശേരിയിലാണ് ആ പാലം. ഒരു കാലത്ത് റെയിൽവേ ലൈൻ മുറിച്ചു കടക്കുന്നതിനും വാഹന ഗതാഗതത്തിനും ജനമേറെ പൊറുതിമുട്ടിയിരുന്നു. ആ കാത്തിരിപ്പിന് ഫലം കിട്ടിയത് 2013 ജനങ്ങളുടെ ദീർഘകാലത്തെ നിരവധി ജനനേതാക്കളുടെ മുന്നിൽ രാപ്പകലില്ലാത്ത പരാതിക്കാണ് സർക്കാർ മനസ്സ് തുറന്നത്. പാപ്പിനിശ്ശേരിയിലും ചെറുകുന്നിലെ താവത്തും ഓരോ മേൽപ്പാലം അനുവദിക്കുകയും പാപ്പിനിശ്ശേരി മുതൽ പിലാത്തറ വരെയുള്ള റോഡ് നവീകരണത്തിനുമായി 120 കോടി അനുവദിക്കുകയും ഉണ്ടായി. നിർമ്മാണ ചുമതല KSTPയെ ചുമതലപ്പെടുത്തിയെങ്കിലും സർക്കാർ തലത്തിൽ പാലത്തിൻ്റെ നിർമ്മാണ കരാർ സ്വകാര്യ കമ്പനിയായ RDSന് ഏറ്റെടുത്തു. മേൽനോട്ടം മറ്റൊരു കമ്പനിയായ ഈജീസിനെയും ഏൽപ്പിച്ചു. തുടക്കത്തിൽ തന്നെ കരാർ കമ്പനിയുടെ പ്രവൃത്തിയുമായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു. പ്രവൃത്തി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തി സർക്കാർ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തുമെന്നും പറഞ്ഞു. അങ്ങനെ പല പരാതികളും പരിഹരിച്ചുകൊണ്ട് പ്രവൃത്തി പൂർത്തീകരിച്ച മേൽപ്പാലം 2018 നവംബർ 24 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുത്ത പാപ്പിനിശ്ശേരി താവം റെയിൽവേ മേൽപ്പാലങ്ങളിൽ തുടക്കം മുതൽ തന്നെ നിരവധി അപാകതകൾ കണ്ടെത്തിയിരുന്നു. പാലം തുറന്നുകൊടുത്ത് 7 വർഷങ്ങൾ പിന്നിട്ടിട്ടും ശാശ്വത പരിഹാരം കാണാത്തത് യാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയാവുകയാണുണ്ടായത്. അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതിനാൽ പാലം തീർത്തും അവഗണിക്കപ്പെട്ട അവസ്ഥയിലാണ്. പലപ്പോഴും പാലത്തിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടു. അതൊക്കെ താൽക്കാലികമായി പരിഹരിക്കുകയും ചെയ്തു. കൂടുതൽ അപാകതകൾ കണ്ടപ്പോൾ 2 വർഷം മുന്നേ പാലം ഒരു മാസത്തേക്ക് അടച്ചിട്ട് അപാകതകൾക്ക് പരിഹാരം കണ്ടു. ഇപ്പോൾ 3ാം തവണയാണ് പാലം അടച്ചിട്ട് പരിഹാരം കാണുന്നത്. ഇത്തവണ ഗുരുതരമായ അപാകതകളാണ് കണ്ടെത്തിയത്. ഇതിനിടയിലാണ് 3 മാസം മുൻപ് പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലെ എക്സ്പാൻഷൻ ജോയിന്റിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടത്. സെപ്റ്റംബർ ആദ്യ വാരത്തിലാണ് റെയിൽവേ സ്പാനുകൾക്ക് തൊട്ടടുത്തുള്ള സ്പാനുകൾ തമ്മിലുള്ള ബന്ധം വേർപെട്ടത്. സ്പാനുകളെ ബന്ധിച്ചിരുന്ന ഇരുമ്പു പട്ടകളും കമ്പികളും പൊട്ടിമാറിയ നിലയിലാണ്. വിള്ളലിൽ അധികൃതർ ചില താൽക്കാലിക പരിഹാരങ്ങൾ നടത്തിയെങ്കിലും ദിവസങ്ങൾ കഴിയുന്തോറും വിള്ളലിന്റെ വ്യാപ്തി കൂടി വരികയാണ്. കൂറ്റൻ ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ
കടന്നു പോകുമ്പോൾ പൊട്ടിയ ഇരുമ്പു പട്ടകളും കമ്പികളും മുകളിലേക്ക് തള്ളി നിൽക്കുന്നത് നിത്യകാഴ്ചയായി മാറി. ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അഴീക്കോട് MLA KV സുമേഷ്, കല്യാശ്ശേരി MLA M വിജിൻ എന്നിവർ ഇടപെട്ടാണ് 2 പാലങ്ങളും അടച്ചിട്ട് പുതുക്കി പണിയാൻ സർക്കാർ അംഗീകാരം നൽകിയത്. ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. നമ്മുടെ പാപ്പനശ്ശേരി മേൽപ്പാലത്തിന്റെ പണി നമ്മൾ ഫെബ്രുവരി 5-നാണ് പാലം അടച്ചിട്ടിട്ട് പണി ആരംഭിച്ചത്. അന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് മാർച്ച് 5-ഓടുകൂടി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാവുന്നതാണ്. ഡെയിലിൻ്റെ മോണിറ്ററിംഗ് പരിശോധനയെല്ലാം ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നുണ്ട്. എഞ്ചിനീയർ ഇപ്പോൾ തന്നെ ജില്ലാ എഞ്ചിനീയർമാരും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ പാപ്പനശ്ശേരി മേൽപ്പാലത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഡാമേജുകൾ പല സ്പാനിനും വരികയാണ്. 1-2 സ്പാനാണ് ആദ്യം പ്രശ്നമുണ്ടെന്ന് കരുതിയത്. പക്ഷെ പൊളിച്ചു മാറ്റുമ്പോൾ കൂടുതൽ സ്ഥലത്ത് കമ്പി മോശമാകുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഈ സാഹചര്യം പരിഹരിക്കാതെ നമുക്ക് ഇടിപിടിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്നാണ് എഞ്ചിനീയർ വിഭാഗം പറയുന്നത്. അതുകൊണ്ട് ഇന്നും വിദഗ്ധ പരിശോധന നടന്നു. ആ പരിശോധന നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കുകൾക്ക് സ്ലോ ഇല്ല. വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ചെയ്യേണ്ട വർക്കായതുകൊണ്ട് തന്നെ ഈ മറ്റു കാര്യങ്ങൾ അവർ സ്പെഷ്യലായിട്ട് നൈറ്റിൽ ഉൾപ്പെടെ ആളുകളെ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയും ഈ കാര്യത്തിൽ പുലർത്തണമെന്നാണ് ജില്ലാ എഞ്ചിനീയർമാരും ഇതിൻ്റെ സൈറ്റ് എഞ്ചിനീയറൊക്കെ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ പരമാവധി വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശ്രമമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഡാമേജുകൾ കൂടുതൽ കണ്ടെത്തുകയും ആ ഡാമേജുകൾ പരിഹരിക്കാതെ മൈക്രോ കോൺക്രീറ്റ് വർക്കാണ് ബലപ്പെടുത്തി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ മാർച്ച് 5-ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പാലത്തെ സംബന്ധിച്ചുള്ളത് എന്നാണ് എഞ്ചിനീയർമാർ പറയുന്നത്. കുറച്ചുകൂടി ദിവസങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. കാരണം ഈ ഇപ്പോൾ കണ്ടെത്തിയ ഡാമേജുകൾ പരിഹരിക്കാതെ നമുക്ക് പാലം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ബഹുമാന്യരായിട്ടുള്ള എല്ലാവരും, സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും ദൈനംദിനെ ഇവിടെ യാത്ര ചെയ്യുന്നവരെല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡാമേജ് കൂടുതൽ കണ്ടെത്തിയ ഡാമേജ് പരിഹരിക്കാതെ പാലം റീസ്റ്റോറേഷൻ വർക്കും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. മൈക്രോ കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിക്കണം. അതിനുശേഷം ഓവർലേ വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ഇവരുടെ വിദഗ്ധ ടീം, എഞ്ചിനീയർമാരുടെ ടീം എമർജൻസിയായി യോഗം ചേർന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരികളും കൂടി ആലോചിച്ചിട്ട് എത്ര ദിവസം വേണ്ടി വരുന്നുള്ള കാര്യം അടിയന്തരമായും തീരുമാനിക്കുന്നതാണ്. ഏതായാലും മാർച്ച് 5-ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ള സാഹചര്യമുള്ളത്. കുറച്ചുകൂടി ദിവസം അങ്ങോട്ട് വേണ്ടി വരും. എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ ടീമുമായിട്ട് കൂടി ഇരുന്ന് ആലോചിച്ചതിന് ശേഷം നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഉള്ള പരിഹാര മാർഗങ്ങൾ പൂർത്തിയാവണം. അത് ഫലപ്രദമായിട്ട് ചെയ്യാൻ വേണം. ഇടിപിടിയുന്ന കാര്യങ്ങൾ കൊണ്ടുപോയാൽ അത് സ്വാഭാവികമായി നേരത്തെ ഉള്ളതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുക, ഡാമേജുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഈ കാര്യങ്ങൾ ഇന്ന് പ്രധാനമായിട്ടും പരിശോധിച്ചിട്ടുണ്ട്. എഞ്ചിനീയർ വിഭാഗം ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ ഡാമേജുകൾ കൂടുതൽ കണ്ടെത്തുന്നു. പാലത്തിൻ്റെ ഈ കണ്ടെത്തിയ ഡാമേജുകളെക്കാൾ കൂടുതൽ ഇത് പൊളിച്ചു മാറ്റുമ്പോൾ കൂടുതലായിട്ടുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നു. കൂടുതൽ സ്പാനിലേക്ക് അത് എക്സ്പാൻഷൻ വരുന്നു തുടങ്ങിയ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങളാണ് സൈറ്റിൽ തന്നെ എഞ്ചിനീയർമാരൊക്കെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപ്പനശ്ശേരി മേൽപ്പാലത്തിൽ നാം മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങളുണ്ട് എന്നാണ് വിദഗ്ധ ടീം പറയുന്നത്. അത് പരിഹരിക്കുന്ന ശ്രമങ്ങൾ ശക്തമായി അവർ ഇടപെടലില്ലാതെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബഹുമാനപ്പെട്ട ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണം. മറ്റ് പരിശോധനാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ സമാന്തരമായി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി മാസം അടച്ച പാലം മാർച്ച് 5-ന് തുറക്കാനായിരുന്നു പദ്ധതിയിട്ടത്. എന്നാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. വർഷങ്ങൾക്ക് ശേഷം എന്നിട്ടൊരു വിജിലൻസ് അന്വേഷണം ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് ഇതുവരെയും വിളിച്ചങ്ങടില്ല. കഴിഞ്ഞ ഏതാനും മാസം മുമ്പേ വീണ്ടും ഉന്നതതല ഉദ്യോഗസ്ഥർ എഞ്ചിനീയർ വിഭാഗം ഈ പ്രദേശം സന്ദർശിക്കുകയും മേൽപ്പാലം പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ അവർ പൊതുജനങ്ങളെ മുമ്പാകെ പറഞ്ഞു, ഈ പാലത്തിന് അപാകതയുണ്ട്, അടിയന്തരമായും ഞങ്ങൾ റിപ്പോർട്ട് നൽകും, അതനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനം അടിയന്തരമായി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ടോ ഉദ്യോഗതലത്തിലുള്ള ഒരു വിവരവും നാട്ടിൽ ജനങ്ങളറിയില്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അത് ഏത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് വിദഗ്ധന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നൊന്നും സാധാരണക്കാരായ ജനങ്ങളോ നാട്ടുകാരോ അറിയുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് പൂർണ്ണമായും സുരക്ഷിതമായ ഒരു പാലം
പാലമാണ് വേണ്ടത്. അപകടരഹിതമായ യാത്ര ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള പാലം നിർമ്മിച്ച് നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം പിന്നിട്ടു, കാര്യമായ പുരോഗതിയൊന്നും ആ പാലത്തിന് മുകളിൽ നടന്നില്ല. അപ്പോൾ എത്ര മാസക്കാലം ഇതുപോലെ അടച്ചിടും എന്ന് ആശങ്കയിലാണ് ജനങ്ങൾ. തുടർന്ന് BJPയുടെ നേതൃത്വത്തിലും സമര പരിപാടികൾ നടന്നു. ഇപ്പോഴത്തെ ഒരു മാസത്തേക്ക് അടച്ചിട്ടു എന്ന് ഒരു മാസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് പണി ആരംഭിച്ചത്. നോക്കി, ഈ പണി ഇപ്പം നടക്കുന്നില്ല. ഇവിടെ എവിടെയും ജോലിക്കാരില്ല. നേരത്തെ വന്നു നോക്കുമ്പോഴും ഒരു 3-4 പേർ ഇവിടെ ജോലി ചെയ്യുന്നു. ഇന്നലെ ചീഫ് എഞ്ചിനീയർ വന്ന് പരിശോധിച്ചു. അടിയന്തരമായും ഈ പാലം പൊളിച്ചു മാറ്റിയേ മതിയാവും. ഇല്ലെങ്കിൽ ഓരോ തവണയും ഇതിൻ്റെ പേര് റിപ്പയർ വർക്ക് എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഖജനാവിൻ്റെ പണമാണ് ദൂർത്തടിക്കുന്നത്. അതൊരു സാഹചര്യമാണ് നമ്മൾ ഈ പാലത്തിന്മേലെ കാണുന്നത്. നോക്കൂ, ഈ പാലത്തിൻ്റെ ഈ ഒരു സാഹചര്യം, സ്പാനുകൾ രണ്ടും ഒരേ ലെവലിൽ വേണ്ടുന്നതാണ്. പക്ഷേ മീറ്ററുകളോളം 8-9 മീറ്ററുകളോളം ദീർഘത്തിൽ സ്പാനുകൾ, ഒരു ഭാഗത്തെ സ്പാനുകൾ പൊട്ടിയിരിക്കുന്നു. അത് തന്നെ ഒരേ ലെവലിലല്ല. നമ്മളിങ്ങനെ നടന്നു വന്നിട്ടുള്ള ഇത്രയും സ്ഥലം നമ്മൾ സാധാരണ ഈ റോഡ് കുളമായി കാണാറുണ്ട്. താറും മറ്റുള്ളതൊക്കെ അടന്നു പോയിട്ട് റോഡ് കുളമായി കാണും. പക്ഷേ പാലം കുളമായി കാണുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. പാപ്പിനിശ്ശേരി പാലത്തിൽ പാലം കുളമായി കാണും ചില സ്ഥലങ്ങളിലൊക്കെ. എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൽ പോലും വലിയ വലിയ കുഴികളാണുള്ളത്. എങ്ങനെ സംഭവിക്കുന്നു? കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിയൊക്കെ ആളുകൾ പോകുന്നത് വളരെ കഷ്ടപ്പെട്ടായിപ്പം പോകുന്നത്. ഈ റോഡ്, ഈ പാലത്തിന് മേലെ കൂടി പോകേണ്ടതാണ്. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് യാത്ര ചെയ്യുന്നത്. 100 വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നിരവധി ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ പാലത്തിന് മേലെ നിന്ന്. വാഹനങ്ങൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്നു, അപകടമുണ്ടാവുന്നു. കരാറുകാരായിട്ടുള്ളവരെ, ഇതിന്റെ എഞ്ചിനീയർമാരായിട്ടുള്ളവരെ, ഈ അഴിമതി നടത്തി ഈ കള്ളപ്പണിയെടുത്ത ഈ കരാറുകാർക്ക് അനുകൂലമായി ഒപ്പിട്ട് കൊടുത്ത എഞ്ചിനീയർമാരുണ്ട്. അവരാണ് അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ഇതിൻ്റെ പേരിൽ പണമൊക്കെ ഈ കരാറുകാർക്ക് കിട്ടാൻ സാഹചര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിക്കണം. പക്ഷെ ഒരു കാര്യം, ഈ പാലം നിർമ്മാണത്തിന്റെ പേരിൽ സർക്കാരിന്റെ ഖജനാവ് കൊള്ളയടിച്ച ഉദ്യോഗസ്ഥന്മാരെയും കരാറുകാരെയും കഴുത്തുറങ്ങിലടക്കുന്ന നടപടി കൂടി ആവശ്യപ്പെടുന്നു BJP. ഇപ്പോൾ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇന്നോ 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ പൂർത്തിയാക്കും. പക്ഷേ നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ഈ എക്സ്പാൻഷൻ ജോയിൻ്റ് അതിൻ്റെ ആ പ്രദേശത്ത് നേരത്തെ ചവിട്ടുമ്പോൾ ഇങ്ങനെ ചതുപ്പ് പോലെ ഇങ്ങനെ ആഴ്ന്ന്, അതായത് അതിങ്ങനെ ചതുപ്പ് പോലെ പൂഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. എല്ലാവരും നാട്ടുകാരൊക്കെ വന്ന് നോക്കി, അത് ഉദ്യോഗസ്ഥന്മാരൊക്കെ പരിശോധിച്ചു, വിദഗ്ധർ വന്ന് അത് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ പൊളിച്ചു നോക്കുമ്പോൾ ആ എക്സ്പാൻഷൻ ജോയിൻ്റിൻ്റെ വിള്ളൽ അതിപ്പോൾ പൊട്ടിച്ചപ്പോൾ വലിയ, നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ കുഴിയായി. അപ്പോൾ ഇനിയിപ്പോൾ അത് ആ എക്സ്പാൻഷൻ ജോയിൻ്റ് ചെയ്ത്, അത് കോൺക്രീറ്റ് ജോയിൻ ചെയ്ത്, പിന്നെ അതിൻ്റെ പ്രവൃത്തി കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനം ഈ ടാറിങ് കൂടി പൂർത്തിയാവും. പക്ഷേ നേരത്തെ നമ്മൾ MLA പറഞ്ഞതുപോലെ സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ പ്രശ്നം വന്നാൽ നമ്മളിപ്പോൾ ആദ്യത്തെ 2 സ്പാനുകൾ ഈ പറഞ്ഞ പോലെ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലത്തും 9 സ്പോട്ടിൽ ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് 9 സ്പോട്ട് കഴിഞ്ഞപ്പോഴാണ് 24ഓളം സ്പോട്ടുകൾ പിന്നീട് പുതുതായി വരുന്നത്. അതാണ് പാലത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. കാരണം എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, പാലാരിവട്ടം പാലം പണിത് അതേ കമ്പനി തന്നെയാണ് പറഞ്ഞത്. ഈ പാലത്തിൻ്റെ അവസ്ഥയിൽ ഉദ്യോഗസ്ഥന്മാർ നല്ല ആശങ്കയിലാണ്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും, താഴെ ഗ്രൗട്ട് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അത് ഏത് നിമിഷവും അടന്നു പോകും. മാത്രമല്ല പാലത്തിൻ്റെ പല സ്ഥലത്തും വിള്ളലുകളാണ്. ആ വിള്ളലുകൾ എന്ന് പറയുന്നത് ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. നാട്ടുകാരും രാഷ്ട്രീയക്കാരും പറയുന്നത് പോലെ തന്നെയാണ് പാലത്തിൻ്റെ അവസ്ഥ. കാണുന്നില്ലേ, പാലം കിളച്ചു പോരുകയാണ്. ഇതിന് എന്ന് പരിഹാരം കാണും എന്നുള്ളതാണ് ജനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ UDFകാരുടെ ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞും അവരുടെ പരിപാടികളുണ്ട് എന്നാണ് പറഞ്ഞത്.
കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് പാലം പരിശോധിച്ചു. അദ്ദേഹത്തിനും പറയാനായില്ല പാലം എന്ന് തുറക്കുമെന്ന്. സ്ഥലം MLA KV സുമേഷ് ചീഫ് എഞ്ചിനീയറുമായി സംസാരിച്ചു. വിശദാംശങ്ങൾ കേൾക്കാം. പ്രശ്നമായി എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നമ്മളുൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരോട്. കാരണം നമ്മൾ മാർച്ച് 5 പരീക്ഷയ്ക്ക് മുന്നേ, പെരുന്നാൾ വരുന്നതിന് മുന്നേ ഇത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ എഞ്ചിൻ ഭാഗം പരിശോധിച്ചിട്ട് ആരംഭിച്ചതെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗം ചേർന്ന് ആരംഭിച്ചത്. പക്ഷെ പ്രശ്നം കൂടുതൽ ഡാമേജുകൾ കണ്ടെത്തി. അപ്പം അതിൻ്റെ ഭാഗമായി നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് പ്രധാനമായിട്ടുള്ള മുഖ്യമായൊരു പ്രശ്നം വന്നത്. പാലത്തിൻ്റെ സെൻറ്റർ എക്സ്പാൻഷൻ ജോയിൻറ്റിൽ വിള്ളൽ കണ്ടെത്തി. നേരത്തെ അത് പൊട്ടിയിരുന്നു. അപ്പം ആ ഭാഗത്ത് വലിയ നിലയിൽ അടർന്നു മാറുന്നു, ചവിട്ടുമ്പോൾ തന്നെ താഴോട്ട് പോകുന്നതിനുള്ള പ്രശ്നം വന്നു. അത് സംസ്ഥാന എഞ്ചിൻ വിഭാഗത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത് പൊളിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഇവിടെയുള്ള എഞ്ചിനീയർമാർ പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ സംസ്ഥാന PWDയുടെ ഹെഡ് അജിത് രാമേന്ദ്രനും അതിൻ്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മിനി ഉൾപ്പെടെ ഡിസൈൻ വിങ്ങിൻ്റെ KSTPയുടെ ഒരു എഞ്ചിനീയറിംഗ് സംഘമാണ് ഇന്നിവിടെ രാവിലെ പാപ്പിനിശ്ശേരിയിൽ വന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ വലിയ പൈതൃകമായിട്ടുള്ള ഒരു പട്ടണമാണ് ആജി റോഡ്. അവിടെ വർഷങ്ങളായി ഉപജീവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികളുണ്ട്. ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും പൊതുസമൂഹവും എല്ലാം വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എമർജൻസിയായി ഈ പ്രശ്നം ഇപ്പം കണ്ടെത്തിയ പുതിയ പ്രശ്നം കൂടി പരിഹരിച്ച് പാലം ഓപ്പൺ ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ എല്ലാവരും വെച്ചത്. അപ്പം തന്നെ മിസ്റ്റർ അജിത് രാമേന്ദ്രൻ അദ്ദേഹം ഇത് പൊട്ടിച്ച് ആ ഭാഗം പൊളിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഈ പാലം ഓപ്പൺ ചെയ്യാൻ ആവശ്യമായ നിലയിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഡാമേജുകൾ പല ഭാഗത്തും പല സ്പാനിലും കണ്ടെത്തുന്നു എന്നാണ് എഞ്ചിൻ വിഭാഗം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിൻ്റെ മറ്റു പരിശോധനകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം മിസ്റ്റർ അജിത് രാമേന്ദ്രന്റെ നേതൃത്വത്തിൽ വന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ്. വൈകാതെ ജനങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ആ ഭാഗമാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ. അതേ ദിവസം UDFന്റെ നേതൃത്വത്തിൽ ലീഗ് ജില്ലാ പ്രസിഡന്റും സംഘവും ചീഫ് എഞ്ചിനീയറെ വഴിയിൽ തടഞ്ഞു. വിജിലൻസിന്റെ അന്വേഷണം നടക്കുകയാണ്. വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എന്താണ് കാരണം അവരുടെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോൾ ചെയ്ത് അങ്ങനെയല്ല. നമുക്കിപ്പോ വിജിലൻസിന്റെ IIT വന്ന IIT പഠനം നടത്തിയ ഒരു 2 കൊല്ലം കഴിയുന്നവർ അപ്പൊ താൽക്കാലികമായിട്ടെങ്കിലും നമുക്കിത് ഓപ്പൺ ആക്കി കൊടുക്കണം. അതിന്റെ ഇതാണ് ചെയ്തത്. പക്ഷെ നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ ജോലി അവിടെ വന്നു. നമ്മുടെ ഈ മാർച്ച് 2-ാം വാരത്തോടുകൂടി പൂർത്തിയാക്കാന്നുള്ളത് ശരിയല്ല. കൂടുതൽ ജോലി അവിടെ വന്നു. ഈ പറയുന്ന പോലെ ജോലിക്കാരുടെ പരിഹരിക്കാനുള്ള നടപടി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോടും അല്ലെങ്കിൽ ഏപ്രിൽ 2-ാം MLA തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ പകുതിക്ക് മുമ്പ് എന്തായാലും ഇത് കാർ ചെയ്ത് പ്ലാനിങ് ആണ് ഇപ്പം നിങ്ങൾ പണി നടപടികൾ ഉണ്ടാകണം. MLA തന്നെയാണ് മാർച്ച് 5-ന് തുറന്നു കൊടുക്കുന്നത് ജനങ്ങളോട് പറഞ്ഞിട്ടാണ് MLAയും പറയുന്നത്. കാരണം നമ്മൾ അത്ര പണിയെ കാണുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിന് കൂടി നിങ്ങൾ അറിയില്ല, ഒരുപാട് പൊട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് അന്ന് നമ്മൾ വിചാരിച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം പൊട്ടിച്ച് മൈക്രോ നമ്മൾ പ്രതീക്ഷയില് കൂടുതൽ ജോലി. ഒരു കാര്യം ഞങ്ങൾ പറയാം. നിങ്ങളിപ്പോൾ പറഞ്ഞത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മുഖാലൊക്കെ എടുത്തു. ജനങ്ങളുടെ ക്ഷമ ഇങ്ങനെ പരീക്ഷിച്ച് പോയില്ല. കാരണം 1 മാസം പറഞ്ഞിട്ട് ഇപ്പൊ 40 ദിവസം. ഇപ്പോഴും നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഏപ്രിൽ 2-ാം വാരത്തിലോ 3-ാം വാരത്തിലോ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങളിത് കീൻലി വാച്ച് ചെയ്യും. ഓരോ ദിവസവും പണിക്കാരെത്രയുണ്ട്. ഇന്നിപ്പോൾ 4 മണിക്കാർ ഞാൻ പറഞ്ഞല്ലോ. ഓരോ ദിവസവും നിങ്ങൾ അതിനനുസരിച്ച് വർദ്ധിപ്പിക്കുന്നില്ല എങ്കിലും തുടർ നടപടികളില്ല എങ്കിലും ഈ കാണുന്ന ആളുകൾ മുഴുവനും ഏതെങ്കിലും പ്രത്യേക പാർട്ടിന്റെ ആളുകളൊന്നും പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന്റെ ദുരവസ്ഥ നേരിൽ കാണാനും ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അനാസ്ഥക്കെതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങൾ അറിയാനുമാണ് UDFന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് ഈ പാലം വിസിറ്റ് ചെയ്തത്. സത്യത്തിൽ 7 വർഷം മുമ്പ് പണി തീർത്തിട്ടുള്ള ഒരു പാലം ഈ 7 കൊല്ലക്കാലത്തിനിടയിൽ 3 തവണയാണ് പാപ്പിനിശ്ശേരി പാലം പല ഘട്ടങ്ങളിലായിട്ട് റിപ്പയർ പ്രവൃത്തികൾക്ക് വേണ്ടി അടച്ചിട്ടത്. ഏറ്റവും ഒടുവിൽ മാർച്ച് 5-ാം തീയതി പാലം പൂർണ്ണ തോതിൽ ഗതാഗത യോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും
എന്ന് പറഞ്ഞ് MLAയും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ട് മീഡിയക്കാരോടും ജനങ്ങളോടൊക്കെ പറഞ്ഞത് എന്ത് വില കൊടുത്തും മാർച്ച് 5-ാം തീയതി ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. ഇപ്പം 40 ദിവസം പിന്നിട്ട് ജനങ്ങളാകെ വലിയ പ്രയാസത്തിലാണ്, അവർ ആശങ്കയിലാണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു കൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഇന്ന് വന്ന് ഇത് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, ഒരു നാടൻ പണിക്കാർ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു ഗൗരവത്തോടു പോലും ഈ മെയിൻ്റനൻസ് പ്രവൃത്തിയെ സമീപിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്കോ ഭരണകൂട സംവിധാനത്തിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി എവിടെയാണ് പോരായ്മകൾ എന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് IIT ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് വിദഗ്ധ പഠനം നടത്തുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രവൃത്തി ഏത് വിദഗ്ധ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രവൃത്തി നടക്കുന്നത് എന്ന് MLA ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കേണ്ടത്. മാത്രമല്ല, 1 മാസം കൊണ്ട് പണി തീർക്കും എന്നവർ പറയുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കേണ്ട ഒരു സംവിധാനത്തിൽ എത്ര തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്? ഞങ്ങളിന്ന് വന്നപ്പോൾ ആകെ 3 തൊഴിലാളികളാണുള്ളത്, അതും അന്യദേശക്കാരായിട്ടുള്ള തൊഴിലാളികൾ. അവർക്ക് ഈ പാലത്തിൻ്റെ അവസ്ഥ അറിയില്ല, അവരെ ഏൽപ്പിക്കുന്ന പണി അവർ ചെയ്തു പോകുന്നു എന്നതിനപ്പുറത്ത് അവർക്ക് ഇതിനോട് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. മലയാളിയായിട്ടുള്ള ഒരാളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് എന്നെ ഇന്ന് വിളിച്ചു വരുത്തിയതാണെന്ന്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കാഷ്വൽ തൊഴിലാളികളെ പോലെ ഒരാൾ ഇന്ന് വരുന്നു, നാളെ വേറൊരാൾ വരുന്നു, ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള കണ്ടിന്യൂഷൻ എന്താണെന്ന് അടുത്ത് വരുന്ന ആളുകൾക്ക് അറിയാത്ത വിധത്തിൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പാലം പണി മുന്നോട്ട് പോകുന്നത്. ജനങ്ങളാകെ പ്രയാസത്തിൽ, ആശങ്കയിലാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലാണിത്. ഈ കടകളിലൊക്കെ, തൊട്ടടുത്ത കടകളിലും ഇവിടെയൊക്കെ ഞങ്ങൾ കയറി അവരുടെ ഗ്രീവൻസസ് എന്താണെന്ന് പഠിക്കാൻ ഞാൻ ആ കടയിലുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ 40 ദിവസമായിട്ട് കച്ചവടം നടക്കാത്ത ദിവസങ്ങൾ പോലുമുണ്ട്. വലിയ തിരക്കുകൾ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണല്ലോ ഇത് കച്ചവടക്കാർക്കൊക്കെ. എന്നാൽ 40 ദിവസമായിട്ട് പൂട്ടിപ്പോയിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടൽ ഉൾപ്പെടെ ഇവിടെ പൂട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ വാടക നൽകിയിട്ട് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. വാടക നൽകാൻ അവരുടെ കയ്യിൽ പണമില്ലാത്ത, വരുമാനമില്ലാത്ത സാഹചര്യമാണ്. എന്നിട്ടും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ വളരെ ലാഘവത്തോടു കൂടിയാണ് മതിയായിട്ടുള്ള തൊഴിലാളികളൊന്നും വെക്കാതെ ഈ പണി നടക്കുന്നത്. എക്സ്പാൻഷൻ ജോയിൻറ്റ് പൊട്ടിയിട്ട് അതിന് ഫലപ്രദമായിട്ടുള്ള സംവിധാനം എന്താണ് എന്ന് ചെയ്യാൻ ഇത് പറയുന്നില്ല. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നേരിയ കമ്പികൾ അത് മാറ്റി പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അതൊരു കൃത്യമായിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തണം എന്നാണ് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. റംസാൻ കാലയളവാണ്, പരീക്ഷാ കാലയളവാണ്. അതുകൊണ്ട് മാർച്ച് 5-ന് മുമ്പ് ഇത് പൂർത്തീകരിക്കുമെന്ന് പറയുന്നതിൽ ഉറപ്പ് വേണമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റമദാൻ കഴിയാൻ പോകുന്നു, SSLC +2 പരീക്ഷകൾ കഴിയാൻ പോകുന്നു, വിഷു വരാൻ പോകുന്നു. ഏപ്രിൽ മാസം 14-ാം തീയതി വിഷു വരാൻ പോവാണ്. ഞാൻ ചീഫ് എഞ്ചിനീയറെ കണ്ടു, ഞങ്ങളെല്ലാവരും കൂടി ചീഫ് എഞ്ചിനീയറെ കണ്ടു. ഇവിടെ പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ അജിത്ത് എന്ന് പറയുന്ന അയാളെ കണ്ട് അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം എന്താ, ഇതിൻ്റെ അതായത് മെയിൻ്റനൻസ് പ്രവൃത്തി സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം പാലക്കാട് IIT ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. എന്നാലോ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ട് IIT ഉദ്യോഗസ്ഥന്മാരുടെ വിദഗ്ധ അഭിപ്രായം തേടിയിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് പ്രവൃത്തി നടത്തും എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 40 ദിവസമായിട്ടും അതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ ചീഫ് എഞ്ചിനീയറുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം തന്നെ സ്വയം പറയാണ്, അത് കാത്തു നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, ഒരു 2 കൊല്ലമെങ്കിലും അല്ലെങ്കിൽ 3 കൊല്ലമെങ്കിലും അതിൻ്റെ അന്വേഷണമൊക്കെ നടത്തി തുടർ പ്രവൃത്തികൾക്ക് വരും. അതുകൊണ്ട് ഇതിന് കാത്തു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ്രുതഗതിയിൽ അത് പൂർത്തീകരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ തോന്നിയ കാര്യം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ ഇന്ന് ഒരു നിവേദനം സമർപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുഖ്യമായും പറയാനുള്ളത്, കേവലം ഒരു പാച്ച് വർക്ക് നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പൊടിക്കൈയാക്കി ഇത് മാറ്റരുത്. ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തണം. IIT ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർ, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള വിദഗ്ധരുണ്ടെങ്കിൽ അവരെ കണ്ട് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അപാകതകൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിച്ചിട്ട് വേണം ഇതിൻ്റെ മെയിൻ്റനൻസ് പ്രവൃത്തി
നടത്തിക്കൊണ്ടു പോകാൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടാമത് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം. ഇപ്പം മാർച്ച് 5-ാം തീയതി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് 40 ദിവസം പിന്നിട്ടു. ഇപ്പം തന്നെ ചീഫ് എഞ്ചിനീയർ പറഞ്ഞത് ഒരുപക്ഷെ ഏപ്രിൽ അവസാന വാരം അല്ലെങ്കിൽ 3-ാം വാരം ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഉത്സവ സീസണൊക്കെ കഴിഞ്ഞിട്ട് ജനങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് പറ്റില്ല. എത്രയും വേഗം അതിന് ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. 4-3 തൊഴിലാളികളെ ഇട്ടിട്ട് ഇത്രയും വലിയൊരു പാലത്തിൻ്റെ മെയിൻ്റനൻസ് പ്രവൃത്തി എത്ര കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളൊക്കെ കരുതുന്നത്. അത് തന്നെ രാവിലെ 8 മണിക്ക് ആരംഭിച്ചിട്ട് വൈകുന്നേരം 5 മണിക്ക് തൊഴിലാളികൾ പണി നിർത്തി പോവുകയാണ്. സ്വാഭാവികമായും അവർ പണി നിർത്തി പോകും, അതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പണി നിർത്തി പോകുമ്പോൾ എന്താണ് അതിന് ബദൽ സംവിധാനം? ഒന്നുകിൽ തൊഴിലാളികളുടെ എണ്ണം കൂട്ടണം, അതല്ലെങ്കിൽ ഷിഫ്റ്റായി അടിസ്ഥാനത്തിൽ പ്രവൃത്തി ചെയ്യിക്കണം. ഈ 2 സംവിധാനം ഇല്ലാതെ ഈ പറയപ്പെട്ട കാലയളവിൽ പണി പൂർത്തീകരിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായി ഈ പണി പൂർത്തീകരിക്കാൻ തൊഴിലാളികളുടെ എണ്ണം കൂട്ടണം, അതല്ലെങ്കിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യണം. വേറൊന്ന്, ഇവിടെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പ്രദേശത്ത് ഈ പാപ്പിനിശ്ശേരി പാലം തുടങ്ങുന്ന ജംഗ്ഷനിൽ ഒരൊറ്റ പോലീസുകാരനെ പോലും കാണാനില്ല. ഒരു സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വന്നല്ലോ, നിങ്ങൾ നോക്കൂ, ഒരൊറ്റ പോലീസുകാരനുണ്ടോ അവിടെ? ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കലക്ടറോടും അതുപോലെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ പാലത്തിൻ്റെ ഈ തുടക്ക സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ ചൈനാക്കളയുടെ ആ ഭാഗത്തും ഇതിന് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിർത്തിയിട്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിർത്തിയിട്ട് ട്രാഫിക് ക്രമീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനും ഇതുവരെ ഫലപ്രദമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വാഹന ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനം അത്യാവശ്യമാണ്. അത് ബന്ധപ്പെട്ട പോലീസ് മേധാവികളും തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുമായിട്ട് ഞങ്ങൾ നേരത്തെ സംസാരിച്ചതാണ്. അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയതാണ് അങ്ങനെ സംവിധാനം ചെയ്യുമെന്ന്. പക്ഷേ ആ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും മതിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിർത്തിയിട്ട് ഈ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ പറയണം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 100 കണക്കിന് കച്ചവടക്കാരാണുള്ളത്. അവരൊക്കെ പാവപ്പെട്ട ആളുകളാണ്. എല്ലാവരും സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്നു ജീവിക്കുന്ന ആളുകളൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, 1000, 2000 അല്ലെങ്കിൽ 5000, 10,000 ഒക്കെ വാടക കൊടുത്തിട്ടാണ് പലരും കച്ചവടം ചെയ്യുന്നത്. അവർക്ക് ഈ വരുമാനമില്ലാതെമാകുമ്പോൾ എന്താണ് ഉണ്ടാകുക? അതുപോലെ തന്നെ കൂട്ടപ്പെട്ടിട്ടുള്ള ഹോട്ടലുകളൊക്കെ അടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു പ്രത്യേക പാക്കേജ് ഈ പാലം തുറന്നു കൊടുക്കുന്നത് വരെയുള്ള കാലയളവിൽ ഇപ്പം തന്നെ സർക്കാരിനോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായിട്ടുള്ള ധാരണയില്ല. എപ്പോൾ ഈ പാലം പണി, ഈ ഈ മെയിൻ്റനൻസ് പണി പൂർത്തീകരിക്കുമെന്നത് സംബന്ധിച്ച് അവർക്ക് ധാരണയില്ല. അതുകൊണ്ട് ഈ പാലം ഗതാഗത യോഗ്യമാക്കി തുറന്ന് കൊടുക്കുന്നത് വരെയുള്ള കാലയളവിലേക്കെങ്കിലും ഈ പാവപ്പെട്ട കച്ചവടക്കാർക്ക് അവരുടെ ഉപജീവന മാർഗത്തിനുള്ള ഒരു സാമ്പത്തിക സഹായം ഒരു പ്രത്യേക പാക്കേജായിട്ട് ഈ ഗവൺമെൻറ് അംഗീകരിക്കണം. വിഷയങ്ങളിൽ വളരെ ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം, KSTPയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഉണ്ടാകുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങളൊരു സൂചന എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും വന്നതാണ്. ഇവരൊക്കെ ഈ നാട്ടിലെ ആശങ്ക അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികളാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വരും. ഇന്നാലിശമായിട്ടുള്ള വർത്താനാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ MLAയോ ആണോ ഈ പാലം പണി നടത്തിയിട്ടുള്ളത്? അത് ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ടെൻഡറുകൾ ക്ഷണിച്ച് മതിയായി പ്രീ ക്വാളിഫിക്കേഷൻ പരിശോധിച്ച് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഉണ്ട് ടെൻഡർ എടുക്കുന്ന ആളിനെ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ ഏതെങ്കിലും ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLA കുറ്റപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? MLAയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ അഴിമതി നടത്തി എന്നാണല്ലോ ഈ കാലയളവിൽ ആളുകൾ പറയുന്നത്. ഒന്നും അർത്ഥമില്ല. ഞങ്ങൾ പറയുന്നത് ഏത് സർക്കാരായാലും സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. എവിടെയാണ് പാളിച്ചകൾ പറ്റിയിട്ടുള്ളത് ആ പാളിച്ചകൾ പരിശോധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി അത് ശാശ്വതമായി പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. പാലം പ്രവൃത്തി നീളുന്ന സാഹചര്യത്തിൽ യാത്രാക്ലേശത്താൽ ജനം പൊറുതിമുട്ടുന്നു. ഇത്രയും ഭീമമായ തകർച്ച നേരിട്ട മറ്റൊരു പാലം കേരളത്തിൽ കാണില്ല.
ഈ പ്രവൃത്തി പൂർത്തീകരിച്ചാലെങ്കിലും പാലത്തിന്റെ തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരമാകില്ലെന്നാണ് ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നത്. ഇത് ജനത്തിന് ആശ്വാസം നൽകുന്ന വാക്കുകളല്ല. പാലം തകർച്ചയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ട് എന്താണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട്. നമ്മുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച ഈ പാപ്പിനിശ്ശേരി താവം പാലങ്ങളുടെ പ്രവൃത്തിയിൽ വീഴ്ച വരുത്തിയവരുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കാനും ബാധ്യസ്ഥരാണ്. അധികാരികൾ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനിടെ താവം പാലം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. അത് ആശ്വാസവുമാണ്. പാപ്പിനിശ്ശേരി മേൽപ്പാലം എന്ന് തുറക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും താല്പര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.